നമസ്കാരം സുഹൃത്തുക്കളെ. അനന്തവും അഗാധവുമായ കടൽ, മനുഷ്യനെന്നും പൂർണ്ണമായി കീഴടക്കാത്ത ഒരേ ഒരു പ്രപഞ്ചം. നാം കാണുന്ന തിരമാലകൾക്കപ്പുറം പ്രകാശത്തിന്റെ ഒരു കണിക പോലും എത്തി നോക്കാത്ത ഇരുണ്ട ആഴങ്ങളിൽ എന്തൊക്കെയാവും ഒളിഞ്ഞിരിപ്പുണ്ടാകുക? കാലം നമ്മളിൽ നിന്നും മറച്ചു പിടിച്ച ഒരു വലിയ രഹസ്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. നൂറ്റാണ്ടുകളായി നമ്മൾ കേട്ടുവരുന്ന കഥയാണ് അറ്റ്ലാന്റിസ് എന്ന മുങ്ങിപ്പോയ സാമ്രാജ്യത്തെക്കുറിച്ച്. എന്നാൽ അടുത്തിടെ സമുദ്ര ഗവേഷകർ കണ്ടെത്തിയ ചില ദൃശ്യങ്ങളും തെളിവുകളും ആ കഥകളെ വെറും ഭാവനയിലെന്ന് തെളിയിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ക്യാമറകൾ അവിടെ കണ്ടെത്തിയത് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. വെറുമൊരു പാറക്കൂട്ടമല്ല അത്. കൃത്യമായ പ്ലാനിങ്ങോടെ നിർമ്മിച്ച തെരുവുകൾ, കൂറ്റൻ തൂണുകളാൽ താങ്ങി നിർത്തപ്പെട്ട കൊട്ടാര സദൃശ്യമായ കെട്ടിടങ്ങൾ, നിഗൂഢമായ ലിപികളിൽ കൊത്തിവെച്ച ശിലകൾ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ വൻ ഭൂകമ്പമോ സുനാമിയോ ഉണ്ടായപ്പോൾ കടലെടുത്തുപോയ ഒരു മഹാസംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാവാം ഇതെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. പക്ഷേ യഥാർത്ഥ നിഗൂഢത അതൊന്നുമല്ല. ഈ നഗരത്തിന്റെ നിർമ്മാണ ശൈലിയാണ് ഗവേഷകരെ കുഴപ്പിക്കുന്നത്. ആധുനിക മനുഷ്യന് പോലും ഇന്നത്തെ അത്യാധുനിക യന്ത്രങ്ങളില്ലാതെ നിർമ്മിക്കാൻ കഴിയാത്തത്ര ഭീകരമായ കരിങ്കല്ലുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കടലിന്റെ കഠിനമായ സമ്മർദ്ദത്തെയും ഒഴുക്കിനെയും അതിജീവിച്ച് ഈ കെട്ടിടങ്ങൾ ഇത്രയും കാലം എങ്ങനെ തകരാതെ നിന്നു? ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഉന്നതമായ സാങ്കേതിക വിദ്യ കൈവശമുണ്ടായിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു അവിടെ ജീവിച്ചിരുന്നത് എന്നാണ്. ലോഹങ്ങളെക്കുറിച്ചും വാസ്തുവിദ്യയെക്കുറിച്ചും അവർക്ക് അത്ഭുതകരമായ അറിവുണ്ടായിരുന്നു. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ആ നഗരത്തെ കടൽ വിഴുങ്ങിയപ്പോൾ ആ അറിവുകളും അവരോടൊപ്പം മൺമറഞ്ഞു പോയി. ചരിത്ര പുസ്തകങ്ങളെ തിരുത്തിയെഴുതാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. മനുഷ്യ ചരിത്രം നമ്മൾ വിചാരിക്കുന്നിടത്തല്ല തുടങ്ങിയത്. നമുക്ക് മുൻപും ഇവിടെ അതിശക്തമായ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണിത്. കടലിനടിയിലെ ഈ നിഗൂഢ നഗരം അറ്റ്ലാന്റിസ് തന്നെയാണോ, അതോ ചരിത്രം രേഖപ്പെടുത്താൻ മറന്നുപോയ മറ്റൊരു ലോകമോ? ഇന്നും ആ ആഴക്കടലിൽ ഇരുളിന്റെ മറവിൽ ആ നഗരം അങ്ങനെ കിടക്കുകയാണ്. ശാസ്ത്രത്തിന്റെ ചോദ്യങ്ങൾക്കൊന്നും പൂർണ്ണമായി മറുപടി നൽകാതെ മനുഷ്യന്റെ അഹങ്കാരത്തിനു മേൽ ഒരു ചോദ്യചിഹ്നമായിക്കൊണ്ട് സമുദ്രം അതിന്റെ രഹസ്യങ്ങൾ പൂർണ്ണമായി വിട്ടുതരാൻ തയ്യാറായിട്ടില്ല.